നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ 1ാം വർഷ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ലോൺ ആപ്പിന്റെ പങ്കെന്താണ്? നിതിൻ എത്ര രൂപയാണ് ലോൺ ആപ്പിൽ നിന്നും പണം വായ്പയെടുത്തത്? അതിൻ്റെ പേരിൽ നിതിന് ഭീഷണിയും മാനസികമായ പീഡനവും സമ്മർദ്ദവും ഉണ്ടായിരുന്നു. നിതിൻ രാജിന്റെ മരണത്തിൽ ലോൺ ആപ്പിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നു. നിതിൻ രാജിനെ ഭീഷണിപ്പെടുത്തിയും മാനസികമായി പീഡിപ്പിച്ചും തിരിച്ചടവിന് പ്രേരിപ്പിച്ചുവെന്നാണ് FIRൽ പറയുന്നത്. ഇതിനിടെ ആരോഗ്യ സർവകലാശാല അന്വേഷണ സമിതി കോളേജിലെത്തി വിദ്യാർത്ഥികളിൽ നിന്നും അധ്യാപകരിൽ നിന്നും മൊഴിയെടുത്തു. അതേസമയം ആരോപണ വിധേയരായ അധ്യാപകർ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. ഡോക്ടർ റാമും ഡോക്ടർ സംഗീതയുമാണ് തലശ്ശേരി സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. വിവരങ്ങളുമായി KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, ഇപ്പോൾ ലോൺ ആപ്പിനെതിരെ, അതായത് ഈ നിതിൻ്റെ മരണത്തിന് ശേഷം ആദ്യം കുടുംബം ഉൾപ്പെടെ ഉന്നയിച്ച ആരോപണം അധ്യാപകരുടെ ഭാഗത്തു നിന്നുള്ള മാനസികമായ പീഡനം, അതിൽ ഡോക്ടർ റാമിൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയ കൊടിയ പീഡനങ്ങൾ, ചൂഷണങ്ങളൊക്കെയാണ് നിതിൻ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ്. പക്ഷേ പിന്നീട് പോലീസിൻ്റെ അന്വേഷണത്തിലാണ് നിതിന് മേൽ ലോൺ ആപ്പിൻ്റെ ഭീഷണി ഉണ്ടായിരുന്നു എന്ന ചില വിവരങ്ങൾ ലഭിച്ചത്. ഇപ്പോൾ പോലീസ് ലോൺ ആപ്പിനെതിരെ കേസെടുത്തിട്ടുണ്ട്. ഏത് ആപ്പിനെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്? നിതിന് എത്ര രൂപയായിരുന്നു ലോൺ എടുത്തത്? അതോടൊപ്പം ഏത് രീതിയിലുള്ള ഭീഷണിയാണ് ഈ ലോൺ ആപ്പിൽ നിന്നും നിതിനുണ്ടായത്? ഇതും ആത്മഹത്യക്ക് ഒരു കാരണമായതായി പോലീസ് FIRൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ടോ? ടോമെ, ഇൻസ്റ്റാപേ എന്ന ആപ്പിൽ നിന്നാണ് നിതിൻ രാജ് 15,000 രൂപ ലോൺ എടുക്കുന്നത്. അതായത് ഫെബ്രുവരി ആദ്യവാരം. പിന്നീട് 5,000-ഓളം രൂപ മാത്രമാണ് ഇതിൽ തിരിച്ചടച്ചത്. പക്ഷെ പിന്നീട് അങ്ങോട്ട് തിരിച്ചടവ് മുടങ്ങിയതോടെ വലിയ തോതിലുള്ള ഭീഷണി, അതായത് സന്ദേശമായും കോളായും ഇതിന് വന്നിരുന്നു. അതോടൊപ്പം ഇതിൽ റഫറൻസ് നമ്പറായി കൊടുത്ത ലത എന്ന് പറയുന്ന അധ്യാപികയ്ക്കും സമാനമായ രീതിയിൽ ഭീഷണി സന്ദേശങ്ങൾ വന്നിരുന്നു. അങ്ങനെ ലത എന്ന് പറയുന്ന അധ്യാപിക നേരത്തെ തന്നെ പരാതി നൽകിയിരുന്നു ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട്. അങ്ങനെ സൈബർ പോലീസ് ഇത് സംബന്ധിച്ച് കേസെടുത്തിരിക്കുന്നു. അതിന് ഏറ്റവും ഒടുവിലായി ഇപ്പോൾ ഈ ലോൺ ആപ്പിനെതിരെ തന്നെ ഇപ്പോൾ ചക്കരക്കല്ല് പോലീസ് സ്വമേധയാ കേസെടുത്തിരിക്കുന്നു. അതായത് ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ നിതിന് നിരന്തരമായ ഇത്തരത്തിലുള്ള ഭീഷണി ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ലോൺ തിരിച്ചെടുക്കാത്തതുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള പീഡനം ഈ ഒരു മൊബൈൽ ആപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. 15,000 രൂപ 36% പലിശയാണ് ഇവർ ഈടാക്കിയിരുന്നത്. അതായത് ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് ഈ ഒരു ലോൺ ആപ്പ് പ്രവർത്തിക്കുന്നതെന്നും പോലീസ് കണ്ടെത്തി. അങ്ങനെയാണ് സ്വമേധയാ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. എന്തായാലും ഈ ഒരു ഏറ്റവും അവസാനമായി നടന്ന ഒരു കാരണം ഇത് തന്നെയാണ്. പ്രിൻസിപ്പലിന്റെ മുറിയിൽ നിന്നും ഇതിൽ വലിയ തോതിലുള്ള ഈ അധ്യാപികയ്ക്ക് നേരിടേണ്ടി വരുന്ന സമ്മർദ്ദം, അതുകൊണ്ട് തന്നെ അവർ പ്രിൻസിപ്പലിന് പരാതി നൽകുന്നു. അവിടെ വിളിച്ചു വരുത്തുന്നു. അതിനുശേഷം നിതിന്റെ ഫോൺ പരിശോധിക്കുന്നു, അവിടെ പിടിച്ചു വെക്കുന്നു. അതാണ് പോലീസ് പറഞ്ഞിരുന്നത്. അതിനുശേഷം 10 മിനിറ്റിനകമാണ് നിതിൻ ആത്മഹത്യ ചെയ്യുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം ലോൺ ആപ്പാണ്. എന്നാൽ ലോൺ ആപ്പ് മാത്രമല്ല ഇതിൽ പ്രധാനപ്പെട്ട കാരണം എന്നാണ് പോലീസ് പറയുന്നത്. അത് സംബന്ധിച്ച് ഏതായാലും നാളെ നിർണായകമായ വാർത്താ സമ്മേളനം ഉണ്ടാകും. ആ വാർത്താ സമ്മേളനത്തിൽ ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുമെന്നാണ് പോലീസ് പറയുന്നത്. ഇതിനിടയിലാണ് മറ്റൊരു പ്രധാനപ്പെട്ട നീക്കം നടന്നത്. ഇതിൽ കേസിൽ പ്രതികളായ, ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസിൽ പ്രതികളായ റാമും സംഗീതയും, അതായത് 7 ദിവസമായിരിക്കുന്നു നിതിൻ മരണപ്പെട്ടിട്ട്. പോലീസിന്റെ റഡാറിലൊന്നും പെടാതെ ഇവർ ഇപ്പോൾ മുൻകൂർ ജാമ്യ ഹർജി തലശ്ശേരി സെഷൻസ് കോടതിയിൽ നൽകിയിരിക്കുന്നു. രണ്ടുപേരും വ്യത്യസ്ത അഭിഭാഷകർ മുഖാന്തരമാണ് ഇത്തരത്തിലുള്ള ജാമ്യ ഹർജി നൽകിയെങ്കിലും ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഏതാണ്ട് സമാനമാണ്. അതായത് ഈ ഒരു നിതിന്റെ ആത്മഹത്യയുമായി തങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. അതോടൊപ്പം തന്നെ ഈ ഒരു സമയങ്ങളിലൊന്നും നിതിനെ തങ്ങൾ വ്യക്തിപരമായോ അല്ലെങ്കിൽ അത്തരത്തിലോ വാക്കുകളോ ഒന്നും ഉണ്ടായിട്ടില്ല, തങ്ങൾ കണ്ടിട്ട് പോലുമില്ല എന്നാണ് ഈ റാമും സംഗീതയും പറയുന്നത്. അതോടൊപ്പം റാം മറ്റൊരു കാര്യം പറയുന്നത്, തനിക്കെതിരെ വലിയ ഗൂഢാലോചന നടക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് തന്നെ ഈ കേസിൽ ഇങ്ങനെ ആരോപണം ഉന്നയിച്ച് തന്നെ ഈ കേസിൽ ഉൾപ്പെടുത്തിയെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതോടൊപ്പം ഈ കോളേജിന് പുറത്ത് നടന്ന ചില കാര്യങ്ങളാണ് ഈ ഒരു നിതിന്റെ ആത്മഹത്യ കാരണമെന്നും ആ ജാമ്യ ഹർജിയിൽ നൽകിയ ഇതിൽ പറയുന്നുണ്ട്. അതോടൊപ്പം ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് നമുക്ക് പങ്കുവെക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ റാമിന്റെ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. ഇതിൽ ഇപ്പോൾ ഇടക്കാല ജാമ്യ ഹർജി കൂടി ഇതിൽ ഇവർ സമർപ്പിച്ചിട്ടുണ്ട്. അതിൽ ഒരുപക്ഷെ ഉച്ചയ്ക്ക് ശേഷം വിധി വന്നേക്കാം. അത്തരം വാദങ്ങൾ ഇന്ന് നടന്നേക്കാം. എന്തായാലും വലിയ തോതിൽ പ്രതിഷേധം ഉയരുന്നത് ഈ ഒരു റാമിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് സാധിക്കാത്തത് തന്നെയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് നിതിൻ രാജ് ഇങ്ങനെ കോളേജിന്റെ കെട്ടിടത്തിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്യുന്നത്. പക്ഷെ ഇപ്പോൾ 7 ദിവസമായിരിക്കുന്നു. ഇതുവരെ ഈ പ്രതികളെ നേരത്തെ കസ്റ്റഡിയിലെടുക്കാനോ അല്ലെങ്കിൽ അത്തരം ചോദ്യം ചെയ്യാനോ ഒന്നും പോലീസിന് സാധിക്കാത്തതിൽ അതിലിപ്പോഴും പ്രതിഷേധമുണ്ട്. പക്ഷേ ഈ കോളേജിൽ നിന്നും പുറത്താക്കണമെന്നൊരു ആവശ്യം നിരന്തരം വിദ്യാർത്ഥികളുടെ ഭാഗത്ത് പോലീസിന്റെ ഭാഗത്ത് അന്വേഷണത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള വീഴ്ചയുണ്ടോ? കുടുംബമോ
സഹപാഠികൾ അത്തരമൊരു ആരോപണം ഉന്നയിക്കുന്നുണ്ടോ? കാരണം തുടക്കത്തിൽ ഈ അധ്യാപകർക്കെതിരെയാണ് ആരോപണം ഉയർന്നു വന്നത്, അവർക്കെതിരെ കേസെടുത്തു. പക്ഷേ പോലീസ് തിടുക്കപ്പെട്ട് പോലീസിൻ്റെ അന്വേഷണം നീങ്ങുന്നത് ലോൺ ആപ്പിനെതിരെയാണ്. ഈ ഡോക്ടർ എം കെ റാമിനെ ഇതുവരെയും അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇവർക്ക് ഈ ജാമ്യത്തിനുള്ളൊരു സാഹചര്യം ഒരുക്കുകയാണോ? കാരണം പ്രതികൾ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അത്തരമൊരു ആക്ഷേപം സഹപാഠികളോ കുടുംബമോ ഉന്നയിക്കുന്നുണ്ടോ? ഈ കേസ് അട്ടിമറിക്കാനുള്ള ഏതെങ്കിലും രീതിയിലുള്ള നീക്കം അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ടോ? ടോമെ, അന്വേഷണത്തിൽ വീഴ്ചയുണ്ടോ എന്ന കാര്യത്തിനപ്പുറം ഇതിൽ ഒരു മെല്ലെപ്പോക്ക് ഉണ്ട് എന്ന കാര്യത്തിൽ യാഥാർത്ഥ്യമാണ്. കാരണം ഇത്രയും ദിവസമായിട്ടും ഈ പ്രതികൾക്കെതിരെ, അതായത് ഡോക്ടർ റാമിനും അതുപോലെ തന്നെ സംഗീതക്കുമെതിരെ വലിയ വകുപ്പുകൾ, അതായത് ജാമ്യമില്ലാ വകുപ്പുകളാണ് ചുമത്തിയത്. ആത്മഹത്യാ പ്രേരണ കുറ്റമുണ്ട്, അതോടൊപ്പം SC/ST ആക്ട് തടയൽ നിയമം, അങ്ങനെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ഇവർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ടെങ്കിലും ഇവരെ കസ്റ്റഡിയിലെടുത്ത് ഇവരെ ചോദ്യം ചെയ്യാനോ ഇതിൽ കൂടുതൽ വിശദാംശങ്ങൾ ഇവരിൽ നിന്നും തേടാനോ അത്തരം നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടില്ല. ഒരു പക്ഷേ ഈ കേസിൽ പല സങ്കീർണതകളും ഉണ്ടായേക്കാം. നമ്മൾ തുടക്കത്തിൽ കേൾക്കുന്ന രീതിയിലായിരിക്കില്ല മറ്റു കാര്യങ്ങൾ. ഏതായാലും അതൊക്കെ പോലീസ് വിശദമാക്കേണ്ടതാണ്. എന്താണ് ഇത്രയും ദിവസത്തെ അന്വേഷണത്തിൽ പോലീസിനെ കണ്ടെത്താൻ സാധിച്ചതെന്ന്. CCTV ദൃശ്യങ്ങൾ നിർണായകമാണ്. ഈ ഒരു പ്രിൻസിപ്പലിന്റെ മുറിയിൽ നിന്നും CCTV ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു. ആ ദൃശ്യങ്ങളെല്ലാം നിർണായകമാണ്. അപ്പോഴും ഇതിൽ യഥാർത്ഥ കാരണം ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ലോൺ ആപ്പ് ഒരു പ്രശ്നം കൊണ്ട് മാത്രം നിതിൻ അത്തരത്തിൽ ആത്മഹത്യ ചെയ്യുന്നു തോന്നില്ല. കാരണം നിതിന്റെ വന്ന ശബ്ദ സന്ദേശങ്ങളൊക്കെ പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ബോൾഡാണ്. അത് മറ്റ് സഹപാഠികളും പറയുന്നുണ്ട്. നിതിൻ എല്ലാ കാര്യത്തിലും ബോൾഡാണ്. മാത്രമല്ല ഈ റാം ഇത്തരത്തിൽ അധിക്ഷേപിക്കുമ്പോഴും തിരിച്ച് റാം അതിൽ പ്രതികരിച്ചു, വലിയ തോതിൽ വൈകാരികമായി തന്നെ പ്രതികരിച്ചു എന്നാണ് സഹപാഠികളൊക്കെ പറയുന്നത്. അപ്പോൾ ആ ഒരു പ്രശ്നത്തിന് മുകളിൽ ഒരു 15,000 രൂപ മാത്രം ഉള്ള ഒരു ലോൺ ആപ്പിൽ നിതിൻ അതിന് മാത്രമായി നിതിൻ ആത്മഹത്യ ചെയ്യുമെന്ന ചോദ്യമാണ് കുടുംബം ചോദിക്കുന്നത്, അതോടൊപ്പം ഈ സഹപാഠികൾ ചോദിക്കുന്നത്. അപ്പോൾ അതിനപ്പുറം ചില പ്രശ്നങ്ങളുണ്ട്. ഈ റാമിൽ നിന്നും വലിയ തോതിലുള്ള അധിക്ഷേപം നേരിട്ടു എന്നതും വാസ്തവമാണ്. പക്ഷേ ഇതൊന്നും അല്ലാതെ മറ്റെന്തോ പ്രശ്നം റാമിനുണ്ട്. അത് ഇനി പോലീസാണ് പറയുന്നത്. കാരണം വലിയ തോതിൽ 7 അംഗ സംഘത്തെയൊക്കെ രൂപീകരിച്ച് തിരുവനന്തപുരത്ത് പോയി കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്തി വിപുലമായ അന്വേഷണം, സൈബർ വിദഗ്ധർ ഉൾപ്പെടെയുള്ള ഒരു സംഘമാണ് അന്വേഷിക്കുന്നത്. നിതിൻ രാജ്, അതായത് സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജിന്റെ മേൽനോട്ടത്തിലുള്ള വലിയൊരു സംഘമാണ് പ്രവർത്തിക്കുന്നത്. പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടോ ഇല്ലയോ എന്നത് ഒരുപക്ഷെ നാളെ വാർത്താ സമ്മേളനത്തിൽ മാത്രമേ നമുക്കതിൽ ഒരു വ്യക്തത വരൂ. കാരണം ഇത് സങ്കീർണതകൾ ഒരുപാടുണ്ട്. നമുക്കും ഈ കേസിലെ പല കാര്യങ്ങളും അറിയുമ്പോൾ അത് ഒരുപക്ഷെ നമുക്ക് പങ്കുവെക്കാൻ ഇപ്പോൾ നിർവാഹമില്ല. കാരണം അത് പോലീസ് ഔദ്യോഗികമായി പറയേണ്ടതാണ്. അത് നാളെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാലും മറ്റു പല പ്രശ്നങ്ങളും നിതിൻ ഉണ്ടായിരുന്നു. ഒരു പക്ഷേ അതെല്ലാം കൂടി ഒന്നിച്ചു വന്നപ്പോൾ താങ്ങാനാവാതെ ഒരു സമ്മർദ്ദത്തിലായിരിക്കണം നിതിൻ ഇങ്ങനെ ഒരു ആത്മഹത്യയിലേക്ക് വഴി തെരഞ്ഞെടുത്തത്. താൻ എന്ത് സംഭവിച്ചാലും ആരെന്ത് പറഞ്ഞാലും താൻ ഡോക്ടറായി മാത്രമേ പുറത്തിറങ്ങൂ എന്ന് പറയുന്ന ഏറ്റവും ഒടുവിലത്തെ സംഭാഷണം തന്നെ അതിൽ ഏറ്റവും പ്രധാനമാണ്. കാരണം നിതിൻ അങ്ങനെ ഒരു ലോൺ ആപ്പിൽ 15,000 രൂപ മാത്രം എടുത്തതുകൊണ്ട് അത് ഫെബ്രുവരിയിൽ എടുത്തതാണ്. വലിയ കാലയളവൊന്നും ആയിട്ടില്ല അതിന്റെ തിരിച്ചടവ് മുടങ്ങിയിട്ട് 3-4 മാസമായുള്ളൂ. അത് തിരിച്ചടവ് അത് അവർക്ക് ഒരു പക്ഷേ ഈ ലത എന്ന് പറയുന്ന ടീച്ചർ അത്രത്തോളം നിതിനെ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും സഹായിച്ച നിതിന്റെ അത്രയും നല്ലൊരു ശിഷ്യനായി നിതിനെ കാണുന്ന ഒരു അധ്യാപിക കൂടിയാണ് ലത എന്ന് പറയുന്നത്. അവർക്ക് വലിയ തോതിലുള്ള മാനസിക വിഷമം ഈ ഒരു മൊബൈൽ ആപ്പ് വഴി ഈ നിതിൻ പണം എടുത്തത് അവർക്കുണ്ടായിരുന്നത് ശരിയാണ്. കാരണം 9-ാം തീയതി നിതിന്റെ ഫോണിലേക്ക് 98 കോളുകൾ വന്നിരുന്നു. അതിൽ സന്ദേശങ്ങളും അതുപോലെ തന്നെ കോളുകളും ഒക്കെയായി വലിയ സമ്മർദ്ദം നിതിൻ നേരിട്ടിരുന്നു. അത് വാസ്തവമാണ്. അതോടൊപ്പം ഈ അധ്യാപികയുടെ മൊബൈലിലേക്കും 26 കോളാണ് ആ ഒരു ദിവസം മാറ്റി വന്നത്. 10-ാം തീയതിയാണ് നിതിൻ ആത്മഹത്യ ചെയ്യുന്നത്. 10-ാം തീയതി എന്ന് വെച്ചാൽ ഉച്ചയോട് കൂടിയാണ്, ഏകദേശം ഈ സമയമാകുമ്പോഴാണ് നിതിൻ ആത്മഹത്യ ചെയ്യുന്നത്. ഏതായാലും ഇതിൽ ഒരുപാട് വസ്തുതകൾ വരാനുണ്ട്. അതൊരു പക്ഷേ നാളെ നടക്കുന്ന വാർത്താ സമ്മേളനം ലോൺ ആപ്പിന്റെ ഭീഷണി മാത്രമാണോ നിതിനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടതെന്ന കാര്യവും വിശദമായി പരിശോധിക്കേണ്ടതാണ്. KB ബൈജുവിലേക്ക് വീണ്ടും. ബൈജു, നമുക്കറിയാം ഇന്ന് ആരോഗ്യ സർവകലാശാലയിലെ അന്വേഷണ സമിതി അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെത്തിയിരുന്നു. വിദ്യാർത്ഥികളിൽ നിന്നും അധ്യാപകരിൽ നിന്നും മൊഴിയെടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ ഗവർണർ ഉൾപ്പെടെ ഇടപെട്ടൊരു സംഭവ പശ്ചാത്തലം കൂടിയുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ അന്വേഷണ സമിതി വിദ്യാർത്ഥികളിൽ നിന്നും അധ്യാപകരിൽ നിന്നും ചോദിച്ചറിഞ്ഞത്? പ്രത്യേകിച്ചും ഈ വിദ്യാർത്ഥികൾ ഡോക്ടർ റാമിനെതിരെയും ഡോക്ടർ സംഗീതയ്ക്കെതിരെയും മൊഴി നൽകിയിട്ടുണ്ടോ? എന്തൊക്കെ കാര്യങ്ങളാണ് അവർ മൊഴിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്?
ടോമെ, ആരോഗ്യ സർവകലാശാല വിഭാഗത്തിലെ ആളുകളാണ് ഇന്ന് ഇത്തരത്തിൽ തെളിവെടുപ്പിനെത്തിയത്. അതിൽ പ്രധാനമായും ഈ വിദ്യാർത്ഥികളിൽ നിന്നുള്ള മൊഴി എടുത്തിട്ടുണ്ട്. അതിൽ നിതിൻ രാജുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനം. അതോടൊപ്പം ഒരുപാട് പ്രശ്നങ്ങൾ ഈ കോളേജിൽ നേരിടുന്നതായി വിദ്യാർത്ഥികൾ പരാതി ഉന്നയിച്ചിരുന്നത് നമ്മൾക്കൊക്കെ അവർ അത്തരത്തിലുള്ള ബൈറ്റ് തന്നതാണ്. അതായത് ഈ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുപാട് നമ്മളോട് പറയാത്ത കുറെ പ്രശ്നങ്ങളൊക്കെ അവർക്കുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതെല്ലാം ഈ കമ്മീഷന് മുമ്പിൽ ഇവർ മൊഴി നൽകിയിട്ടുണ്ട്. ഈ കമ്മീഷൻ ഇനി നാളെയും കൂടി ഇത്തരത്തിലുള്ള തെളിവെടുപ്പ് നടത്തുന്നതാണ് പറയുന്നത്. അതായത് അധ്യാപകരിൽ നിന്നും വിദ്യാർത്ഥികൾക്ക് പുറമെ അധ്യാപകരിൽ നിന്നും അതുപോലെ തന്നെ ജീവനക്കാരിൽ നിന്നുമൊക്കെ ഇവർ മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. ഇത് കാരണം ഇത് ഗവർണർ നേരിട്ട് ഇടപെട്ട് ഗവർണറുടെ നേതൃത്വത്തിൽ നിർദ്ദേശപ്രകാരം വന്ന ഒരു സംഘമാണ്. അത് വളരെ ഗൗരവമുള്ള വളരെ പ്രാധാന്യമുള്ള ഒരു തെളിവെടുപ്പ് തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിൽ ഒരുപക്ഷെ ഈ കോളേജിന്റെ അംഗീകാരം വരെ നഷ്ടപ്പെട്ടേക്കാം എന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങളുള്ളത്. കാരണം അത്ര കടുത്ത നടപടികളിലേക്ക് ഒരുപക്ഷെ ഗവർണർ കടന്നേക്കാം. കുടുംബത്തിന്റെ മൊഴി നേരത്തെ തന്നെ രേഖപ്പെടുത്തിയിരുന്നു. അപ്പോൾ തന്നെ ആ റിപ്പോർട്ടും ഗവർണർക്ക് കൈമാറിയിരുന്നു. നാളത്തെയും കൂടി തെളിവെടുപ്പ് കഴിഞ്ഞാൽ ഒരു പക്ഷേ മറ്റന്നാൾ തന്നെ തിങ്കളാഴ്ചയോടുകൂടി തന്നെ ഇതിൽ റിപ്പോർട്ട് ഗവർണർക്ക് സമർപ്പിക്കും. അങ്ങനെയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഇതിലൊരു പ്രതികരണം ഉണ്ടാവും. അത് ഈ കോളേജിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. ഒരുപാട് പ്രശ്നങ്ങൾ ഇവരുടെ ഭൂമി സംബന്ധമായ പ്രശ്നമുണ്ട്. അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ നേരത്തെ ഉണ്ടായ പല കോളേജുകളും അവിടെ നിന്നും അംഗീകാരം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കാസർഗോഡ് ഉണ്ടായിരുന്ന സെഞ്ചുറി ഡെന്റൽ കോളേജ് എന്ന് പറയുന്ന ഇതേ മാനേജ്മെന്റ് കീഴിലുള്ള സ്ഥാപനം അടച്ചുപൂട്ടുന്ന സ്ഥിതിയുണ്ടായി. അങ്ങനെ വലിയ തോതിലുള്ള ഒരു പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതായത് ഈ മാനേജ്മെന്റ് തലത്തിൽ വലിയ ഉദാസീനത, ഈ കുട്ടികൾക്ക് വേണ്ടുന്ന സൗകര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കാതെ അത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും ഇവർ നേരിടുന്നുണ്ട്. എന്തായാലും അത് സംബന്ധിച്ച് ഗവർണറുടെ ഒരു തീരുമാനം വളരെ നിർണായകമായിരിക്കും. ഒരു പക്ഷേ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ കോളേജിന്റെ അംഗീകാരം പോലും റദ്ദാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയേക്കാം. എന്തായാലും വളരെ ഗൗരവമേറിയ ഒരു തെളിവെടുപ്പ് തന്നെയാണ് നടക്കുന്നത്. അതിൽ വിദ്യാർത്ഥികളുടെ മൊഴി ഇപ്പോൾ രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇനി അധ്യാപകരുടെ മൊഴി ഇപ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം അവിടെയുള്ള ജീവനക്കാരുടെ മൊഴി കൂടി മറ്റു ജീവനക്കാരുടെ മൊഴി കൂടി രേഖപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഇന്നും നാളെയും 2 ദിവസമാണ് ഈ സംഘം ഈ തെളിവെടുപ്പ് നടത്തുക. അതിനുശേഷം തിങ്കളാഴ്ചയോടുകൂടി ഗവർണർക്ക് റിപ്പോർട്ട് സമർപ്പിക്കും. എന്തായാലും ആ റിപ്പോർട്ട് വളരെ ഗൗരവമായിരിക്കും. അതിൽ ഗവർണർ എടുക്കുന്ന നടപടിയും വളരെ ഗൗരവമായിരിക്കും. അത് അടുത്ത ആഴ്ചയോടുകൂടി അത്തരം നടപടികളിലേക്ക് കടക്കും. എന്നാൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രശ്നങ്ങളെല്ലാം അവിടെ നേരിടുന്ന മുഴുവൻ പ്രശ്നങ്ങളും ഈ അധ്യാപകരിൽ നിന്നും നിരന്തരം പല വിദ്യാർത്ഥികൾക്കും ഇത്തരത്തിൽ മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട്. വലിയ തോതിൽ മാനസിക സമ്മർദ്ദം ഉണ്ടാവുന്ന രീതിയിൽ പെരുമാറ്റം ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം ഇവർ ഈ കമ്മീഷന് മുമ്പിൽ മൊഴി നൽകിയിട്ടുണ്ട്. കൃത്യമായി മൊഴി നൽകിയിട്ടുണ്ട്. ഇന്നലെ രക്ഷിതാക്കൾ ഉൾപ്പെടെ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും ഈ റാമിനെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ടോമെ, ഈ റാമിനെ പുറത്താക്കി എന്ന് ഇന്നലെ കോളേജ് അധികൃതർ വ്യക്തമാക്കി. പക്ഷേ ഈ സമയം വരെ ഇതിൽ ഔദ്യോഗികമായ ഒരു രേഖ കോളേജിൽ നിന്നും പുറത്തുവിട്ടിട്ടില്ല. ഈ ആരോപണ വിധേയനായ ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷയുമായി പോയ റാം എന്ന് പറയുന്ന അധ്യാപകനെ പുറത്താക്കണമെന്നാണ് പ്രധാന ആവശ്യം അടുത്ത വിദ്യാർത്ഥികളെയും അതുപോലെ തന്നെ നിതിന്റെ കുടുംബത്തിനെയും. ഇത് ഒരുപക്ഷെ ഇത് തണുപ്പിക്കാൻ, ഈ പ്രതിഷേധങ്ങൾ തണുപ്പിക്കാൻ ഇയാളെ പുറത്താക്കി എന്ന് വാക്കാൽ പറഞ്ഞതാണോ അതല്ല ഇതിപ്പോൾ രേഖയായി ഇതുവരെ ഔദ്യോഗികമായി പുറത്തു വന്നിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇപ്പോഴും കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഒരു ഒത്തുകളി നടക്കുന്നുണ്ടെന്ന് വേണം പറയാൻ. അത് തന്നെയാണ് വിദ്യാർത്ഥികളും ആരോപിക്കുന്നത്. ഇതിൽ മാനേജ്മെന്റും ഈ കോളേജ് അധികൃതരും കൃത്യമായി ആരോപണ വിധേയരായ ആളുകൾക്ക് ഒപ്പം നിൽക്കുന്ന ഒരു കാഴ്ചയുണ്ട്. അതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ പ്രിൻസിപ്പളിനെ പുറത്താക്കിയെന്ന വലിയ വാർത്താക്കൾ നമ്മളൊക്കെ നൽകിയാണ് ഇപ്പോഴും നമ്മൾ നൽകുന്നതാണ്. പക്ഷേ ഔദ്യോഗികമായി നമുക്ക് അത്തരത്തിലുള്ള ഒരു സ്ഥിരീകരണം അല്ലെങ്കിൽ രേഖയോ പുറത്തിറങ്ങിയതായി കാണുന്നില്ല. എന്തായാലും ഇതിൽ ഇന്നിന് ജാമ്യം ഇവർക്ക് മുൻകൂർ ജാമ്യം അനുവദിക്കുമോ, കോടതി എന്തായിരിക്കും ഇതിൽ ഒരു ഉത്തരവ് നൽകുക, അത് വളരെ പ്രധാനമാണ്. ഇതിൽ ഇടക്കാല ജാമ്യ ഹർജിയുടെ പരിഗണന ഡോക്ടർ റാമിനെയും സംഗീതയും സംബന്ധിച്ച് നിർണായകമായിട്ടുള്ള ദിവസമാണ് ഇന്നലെ ഡോക്ടർ റാമിനെ കോളേജിൽ നിന്നും പുറത്താക്കിയിരുന്നു. ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നുണ്ട്. ഒരുപക്ഷെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയാൽ അറസ്റ്റിലേക്ക് പോലീസ് നീങ്ങിയേക്കും. അതിനിടെ ആരോഗ്യ സർവകലാശാലയിലെ അന്വേഷണ സമിതി കോളേജിലെത്തിയിട്ടുണ്ട്. വിദ്യാർത്ഥികളിൽ നിന്നും മൊഴി രേഖപ്പെടുത്തിയ അധ്യാപകരിൽ നിന്നും മറ്റ് ജീവനക്കാരിൽ നിന്നും മൊഴിയെടുക്കുകയാണ്. എന്തായാലും നിതിന് നീതി കിട്ടണമെന്ന് കേരളം ഒന്നടങ്കം ആഗ്രഹിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ പോലീസ് അന്വേഷണത്തിൽ പല രീതിയിലുള്ള ആക്ഷേപങ്ങളും ഉയർന്നു വരുന്നു. എന്തുകൊണ്ടാണ്? കാരണം ഇത് ഈ അധ്യാപകരുടെ ഭീഷണി മാത്രമാണോ, ചൂഷണം മാത്രമാണോ? അതിനപ്പുറം ലോൺ ആപ്പിൻ്റെ ഭീഷണിയും ഇതിന്മേൽ ഉണ്ടായിരുന്നു. അതിലേക്കാണ് പോലീസിന് അന്വേഷണം നീങ്ങുന്നത്. പക്ഷേ യഥാർത്ഥ കുറ്റവാളികൾ ആരാണോ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ഇനി സ്പോട്ട് ലൈവ് പോകുന്നത് ഇടുക്കി കഞ്ഞിക്കുഴിയിലേക്കാണ്. കഞ്ഞിക്കുഴിയിൽ കുടുംബ വഴക്കിനെ തുടർന്ന് യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസ്. കഞ്ഞിക്കുഴി മൈക്കിൾ സിറ്റി കല്ലുമാലിക്കൽ രാജനാണ് കൊല്ലപ്പെട്ടത്. രാജന്റെ പിതാവിന്റെ സഹോദരിപുത്രൻ അനൂപാണ് ആക്രമിച്ചത്. ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. വിവരങ്ങളുമായി BK സ്റ്റാലിൻ ചേരുന്നു ഇടുക്കിയിൽ നിന്ന്. സ്റ്റാലിൻ, നമുക്കറിയാം
കേരളത്തിൽ ഏറ്റവും അധികം കൊലക്കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് വീടുകളിലാണ്. അത് കുടുംബ പ്രശ്നമാകാം, അതല്ലെങ്കിൽ മദ്യലഹരിയാകാം. ഈ രാജനെ കൊലപ്പെടുത്താനുള്ള കാരണം എന്താണ്? ടോം സൂചിപ്പിച്ചത് തന്നെ ഇതിന്റെയൊക്കെ പ്രധാന വില്ലൻ എന്ന് പറയുന്നത് മദ്യം തന്നെയാണ്. ഇത് കഞ്ഞിക്കുഴിയിലെ ചുരുളിപ്പതാൽ എന്ന് പറയുന്നൊരു ഗ്രാമീണ മേഖലയാണ്. അവിടെ സഹോദരങ്ങളുടെ പുത്രന്മാർ തമ്മിലാണ് ഇന്നലെ ഈ വിഷയമുണ്ടായത്. അവര് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ഇവർ തമ്മിൽ കുടുംബപരമായ പ്രശ്നങ്ങൾ പലതും നിലനിൽക്കുന്നുണ്ട്. എങ്കിലും മുൻപ് വലിയ സംഘർഷങ്ങളോ ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. എങ്കിലും ഇന്നലെ വൈകിട്ട് ഇവർ രണ്ടുപേരും മദ്യപിച്ചിരുന്നു. അതിനുശേഷം രാത്രി 10:30 രാജന്റെ വീട്ടില് ഈ അനൂപ് എത്തുകയായിരുന്നു. ഇവര് സമീപവാസികൾ തന്നെ പറയാം, അയൽവാസികളിൽ നിന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. അടുത്ത് തന്നെ താമസിക്കുന്നവരാണ്. എന്തായാലും അവിടെ വെച്ച് ഇവർ തമ്മിൽ തർക്കമുണ്ടായി. അങ്ങനെ അനൂപ് കയ്യിൽ കരുതിയിരുന്ന കത്തി കൊണ്ട് ഈ രാജനെ കുത്തി വീഴ്ത്തുകയായിരുന്നു. തത്സമയം തന്നെ മരിച്ചതായിട്ടാണ് പിന്നീടുള്ള റിപ്പോർട്ടുകളൊക്കെ നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും അവിടെ നിന്നും ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും വഴിമധ്യേ തന്നെ മരണമടഞ്ഞു എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. രാജൻ തടിപ്പണികൾ ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അതേപോലെ അനൂപ് ഒരു കോഴി ഫാമില് ചിക്കൻ കടയുമായി ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുന്നവരാണ്. മരിച്ച രാജന് 26 വയസ്സാണ് ഉള്ളത്. അതുപോലെ അനൂപ് 22 വയസ്സുകാരനാണ്. എന്തായാലും മദ്യത്തിന്റെ ഒരു അമിതമായിട്ടുള്ള സ്വാധീനമാണ് ഇതിന്റെയൊക്കെ പിന്നിലെന്ന് പറയാനുള്ളത്. കഴിഞ്ഞ ആഴ്ചയിലും ഇതേപോലെ പഴയരിക്കണ്ടത്ത് അത് മദ്യപിച്ചിട്ടല്ല കൂടി സ്റ്റാലിൻ സൂചിപ്പിച്ചതുപോലെ പല കുടുംബങ്ങളിലും വില്ലനാകുന്നത് മദ്യവും ലഹരിയുമാണ്. പക്ഷെ ഇവിടെ അതിനിടെ ഈ കുടുംബ പ്രശ്നവും ഉണ്ടായിരുന്നു. ഇതിനു മുൻപ് ഇരുവരും തമ്മിൽ അല്ലെങ്കിൽ രണ്ട് വീട്ടുകാർ തമ്മിൽ വഴക്കുണ്ടായിരുന്നതാണോ, പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതാണോ, അതേ തുടർന്നുള്ള വൈരാഗ്യമാണോ കൊലപാതകത്തിന് കാരണം, അതോ ഈ മദ്യലഹരിയിലുള്ള പെട്ടെന്നുള്ളൊരു പ്രകോപനമാണോ ഈ രാജന്റെ മരണത്തിലേക്ക് നയിച്ചത്? ഇത് ടോമെ പെട്ടെന്നുള്ള ഒരു അവസ്ഥ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പെട്ടെന്നുള്ള ഒരു പ്രകോപനം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. വീടുകൾ തമ്മിൽ സഹോദരി പുത്രന്മാരാണ് ഇവര്. അതുകൊണ്ട് തന്നെ ഒരു പരസ്പരം വീടുകൾ തമ്മിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും അത് വലിയ മുൻപ് സംഘർഷങ്ങളിലേക്കൊന്നും പോയിട്ടില്ല. എങ്കിൽ കൂടി ഇവർ കുറച്ച് കാലങ്ങളായിട്ട് അകൽച്ചയിലായിരുന്നു. പലപ്പോഴും ചെറിയ ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവർ തമ്മിൽ. പ്രത്യേകിച്ചും ഈ രാജനും അനൂപും ഒക്കെ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് ഇന്നലെ മദ്യപിച്ചതോടുകൂടി ഇന്നലെ അത് മൂർധന്യാവസ്ഥയിലെത്തിവെന്നാണ് നമുക്ക് കരുതാൻ. എന്തായാലും രാത്രി 10:30 ഈ സംഭവം. 10:30 ശേഷമാണ് ഈ രാജന്റെ വീട്ടിലെത്തിയ ഈ അനൂപ് ഈ രാജനെ കുത്തിക്കൊല്ലുന്നത്. മദ്യത്തിന്റെ ആധിക്യമെന്ന് തന്നെ വേണം നമുക്ക് ഇക്കാര്യത്തിലും പറയാനുള്ളത്. മദ്യപാനികൾക്ക് അവസാനം ഉണ്ടാകുന്ന ഒരു പ്രത്യേക അവസ്ഥ എന്ന് വേണം നമുക്ക് ഇതിനെ ചിത്രീകരിക്കേണ്ടി വരും. എന്തായാലും ഇപ്പോൾ രാജന്റെ മൃതദേഹം ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വൈകിട്ടോടെ വിട്ടുകൊടുക്കും എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഈ സംഭവം കഴിഞ്ഞ അപ്പോൾ തന്നെ അവിടുന്ന് രക്ഷപ്പെട്ട അനൂപ് പരിസരങ്ങളിലുണ്ട് എന്ന് തന്നെ കഞ്ഞിക്കുഴി പോലീസിന് രഹസ്യവിവരം ലഭിച്ചിരുന്നു. രാത്രി മുഴുവൻ അവർ നടത്തിയ തെരച്ചിലിനൊടുവിലാണ് ഏതാണ്ട് പുലർച്ചെ 3 മണിയോടെ അവരുടെ വീടിന്റെ പരിസരത്തു നിന്ന് തന്നെ ഈ അനൂപിനെ പോലീസ് പിടികൂടുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ടോമേ, വ്യക്തമാണ്. VK സ്റ്റാലിനാണ് വിവരങ്ങൾ നൽകിയത്. ഇടുക്കി കഞ്ഞിക്കുഴിയിൽ മദ്യലഹരിയിലാണ് യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയത്. കുടുംബ പ്രശ്നം ഒരു കാരണമായി പറയുന്നുണ്ട്. അതോടൊപ്പം മദ്യപിച്ച് ലക്കുകെട്ട് പ്രതി അനൂപ് കൊല്ലപ്പെട്ട രാജന്റെ വീട്ടിലെത്തി. അവിടെ വെച്ച് പ്രശ്നങ്ങളുണ്ടായി. അതിനിടെ കുത്തിക്കൊലപ്പെടുത്തിയെന്നാണ് പോലീസിന്റെ FIRൽ പറയുന്നത്. പ്രതി അനൂപിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കുംഭമേളയിലെ വൈറൽ പെൺകുട്ടിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട കേസിൽ ഇപ്പോഴും പല രീതിയിലുള്ള വിവാദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. മധ്യപ്രദേശ് പോലീസിന്റെ അന്വേഷണം നീങ്ങുന്നു. അതിനിടെ ആ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായെന്ന വാദവുമായി രാഹുൽ ഈശ്വർ രംഗത്തെത്തിയിട്ടുണ്ട്. സ്പോട്ട് ലൈവ് തുടരുന്നു. കുംഭമേളയിലെ വൈറൽ പെൺകുട്ടിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട പോക്സോ കേസിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ? ആ പെൺകുട്ടിക്ക് യഥാർത്ഥത്തിൽ പ്രായപൂർത്തിയായിരുന്നോ? വിവാഹത്തിന് പിന്നിൽ ലവ് ജിഹാദോ നിർബന്ധിത മതപരിവർത്തനമോ ഉണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട് വിവാദം വീണ്ടും ഉയർന്നു വരികയാണ്. അതിനിടെ മധ്യപ്രദേശ് പോലീസ് രജിസ്റ്റർ ചെയ്ത പോക്സോ കേസിൽ അന്വേഷണം തുടരുന്നു. കേസന്വേഷണവുമായി കേരളത്തിലെത്തിയ അന്വേഷണ സംഘം കൊച്ചിയിൽ മൊഴിയെടുക്കും. വിവാഹവുമായി ബന്ധപ്പെട്ട്
ഈ പെൺകുട്ടിയുടെയും അതോടൊപ്പം ഭർത്താവ് ഫർമാൻ ഖാന്റെയും മൊഴിയാണ് രേഖപ്പെടുത്തുക. ഭർത്താവിനെതിരായ കുറ്റം നിലനിൽക്കില്ലെന്ന് വാദവുമായി രാഹുൽ ഈശ്വർ രംഗത്തെത്തിയിട്ടുണ്ട്. ലവ് ജിഹാദോ നിർബന്ധിത മതപരിവർത്തനമോ നടന്നിട്ടില്ല. പരാതി നൽകിയ പ്രഥം ദുബായിക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും DGPക്കും രാഹുൽ ഈശ്വർ പരാതി നൽകിയിട്ടുണ്ട്. മൊണാലിസയുടെ അനുജന്റെ ജനനത്തീയതി കാണിച്ചാണ് തെറ്റിദ്ധാരണ പരത്തുന്നത്. 2008 ജനുവരി 1 മൊണാലിസ ജനിച്ചതെന്നും രാഹുൽ ഈശ്വർ പറയുന്നു. മൊണാലിസ ഫർമാൻ ഖാൻ കല്യാണം ഒരു സോക്കോൾഡ് ലവ് ജിഹാദ് അല്ല, നിർബന്ധിത മതപരിവർത്തനമല്ല. മോണോലിസയോ ഫർമാൻ ഖാനോ അങ്ങോട്ടോ ഇങ്ങോട്ടോ മതം മാറിയിട്ടോ തുടങ്ങിയ കാര്യങ്ങളിലോ സംഭവിച്ചിട്ടില്ല. രണ്ടുപേർ പരസ്പരം കല്യാണം കഴിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചു. മൊണാലിസയ്ക്ക് 16 വയസ്സാണെന്നാണ് മധ്യപ്രദേശ് പോലീസിന്റെ അവകാശവാദം. ബഹുമാനപ്പെട്ട മധ്യപ്രദേശ് പോലീസ് ഓഫീസർ ശ്രീ ഗണപതുമായി വിശദമായി സംസാരിക്കുകയും മൊണാലിസ ഫർമാൻ എന്നിവരുടെ വിഷയത്തിലെ സത്യം ചൂണ്ടിക്കാട്ടുകയും മൊണാലിസയ്ക്ക് 18 വയസ്സായി എന്ന് അദ്ദേഹത്തോട് ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. ഫർമാൻ എങ്ങനെയാണ് ആ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ ആധാർ കാർഡ് എടുത്തത്? ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ആധാർ കാർഡ് എടുക്കാൻ പറ്റുക? കൃത്യമാണ്, ഈ കുട്ടി ജനിച്ചത് 2008 ജനുവരി 1 അടുത്തതാണ് യഥാർത്ഥത്തിൽ ക്രിമിനൽ കുറ്റം നടന്നിരിക്കുന്നത്. 2009 ഡിസംബർ 30 ഈ കുട്ടിയുടെ സഹോദരനാണ് ജനിച്ചു എന്ന് ആണ് ഇവർ പറയുന്നത്. ആ സഹോദരൻ ജനിച്ചതിനെ മൊണാലിസ ജനിച്ചതായി ചിത്രീകരിച്ചുകൊണ്ട് മൊണാലിസയ്ക്ക് 16 വയസ്സേ ആയുള്ളൂ എന്നാണ് മൊണാലിസയും ഫർമാനെയും പിരിക്കാൻ ആഗ്രഹിക്കുന്നവർ, തെറ്റിക്കാൻ ആഗ്രഹിക്കുന്നവർ, തിരിച്ചു കൂട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവർ ചെയ്യുന്നത്. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും നവമി ദിനേശും തിരുവനന്തപുരത്ത് നിന്ന് സാരംഗ് സുധാകരനും ചേരുന്നുണ്ട്. ആദ്യം സാരംഗിലേക്കാണ്. സാരംഗ്, നമുക്കറിയാം ഈ കേസുമായി ബന്ധപ്പെട്ട്, പോക്സോ കേസുമായി ബന്ധപ്പെട്ട് മധ്യപ്രദേശ് പോലീസ് ഇപ്പോൾ കേരളത്തിലുണ്ട്. ഫർമാൻ ഖാന്റെയും ആ പെൺകുട്ടിയുടെയും മൊഴി രേഖപ്പെടുത്തുകയാണ് ലക്ഷ്യം. അതിനിടെയാണ് രാഹുൽ ഈശ്വർ പുതിയൊരു വാദവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഈ പുതിയ പരാതിക്കും കേസിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട്. മൊണാലിസയ്ക്ക് 18 വയസ്സ് പൂർത്തിയായിട്ടുണ്ട്. ഇതിന് പിന്നിൽ ആരാണ് പ്രവർത്തിക്കുന്നതെന്നാണ് രാഹുൽ ഈശ്വറിൻ്റെ ആരോപണം. പ്രത്യേകിച്ചും ലവ് ജിഹാദ്, അതോടൊപ്പം നിർബന്ധിത മതപരിവർത്തനം, പ്രായപൂർത്തിയായില്ല എന്ന വിവാദം, അങ്ങനെ പല വിഷയങ്ങളത് വടക്കേ ഇന്ത്യയിലടക്കം വലിയ രീതിയിൽ രാഷ്ട്രീയ വിവാദമായിട്ടുണ്ട്. ഇത് എന്താണ് രാഹുൽ ഈശ്വർ ഇപ്പോൾ പുതിയൊരു വാദവുമായി ഇപ്പോൾ രംഗത്തെത്താനുള്ള കാരണം? ടോം, കഴിഞ്ഞ ദിവസം ഈ കുംഭമേളയിലെ വൈറൽ താരമായ പെൺകുട്ടിയും ഒപ്പം ഫർമാൻ ഖാനും ഫോൺ വഴി രാഹുൽ ഈശ്വറിനെ ബന്ധപ്പെട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. അവരുടെ ഫോൺ സംഭാഷണം അടക്കം കാണിച്ചുകൊണ്ടായിരുന്നു ഇന്ന് പത്രസമ്മേളനം അദ്ദേഹം വിളിച്ചത്. ഇതിൽ പ്രധാനമായി മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പ്രഥം ദൂബെ എന്നൊരു വ്യക്തി, ആ വ്യക്തിയാണ് ഈ ഒരു ഗൂഢാലോചനയ്ക്ക് പിന്നിൽ. ഇതിന് പിന്നിൽ കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട് എന്നാണ് അദ്ദേഹം നമ്മളടക്കം പ്രതികരിച്ചത്. അതായത് കേരള സ്റ്റോറി പോലെ നടക്കുന്ന രീതിയിലുള്ള മതപരിവർത്തനവും ലവ് ജിഹാദും അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നൊരു പശ്ചാത്തലം സൃഷ്ടിക്കുക, അല്ലെങ്കിൽ അത്തരത്തിലൊരു നെറേറ്റീവ് ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് ഈ ഒരു വിവാദത്തിന് പിന്നിലുള്ള ലക്ഷ്യമെന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, അത്തരത്തിലുള്ള ഒരു ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ആണ് ഇപ്പോൾ പോലീസിന് മുൻപാകെ സമർപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഈ ഒരു പ്രശ്നം തുടങ്ങുന്നത്, അതായത് തമ്പാനൂരിലേക്ക് എത്തിയ ഈ കുട്ടിയുടെ പിതാവിന്റെ കൂടെ പോകാൻ ഈ കുട്ടി സമ്മതിക്കാതിരിക്കുകയും പിന്നീട് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പിന്നീട് പോലീസ് സ്റ്റേഷനിലേക്ക് വരികയും അവിടെ വെച്ച് ഈ ഒരു ആധാർ കാർഡ്, അതായത് 18 വയസ്സ് തികഞ്ഞു എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ആധാർ കാർഡ് ലഭിച്ചത് പിതാവിന്റെ കയ്യിൽ നിന്നാണ് നടക്കമുള്ള രേഖകളാണ്, അതായത് അത്തരത്തിലുള്ള വിവരങ്ങളാണ് രാഹുൽ ഈശ്വർ പ്രതികരിച്ചത്. മാത്രമല്ല, കേരള സ്റ്റോറി പോലെയുള്ള ഒരു കേരള സ്റ്റോറി 3ക്ക് വേണ്ടിയുള്ള, അതായത് 3ാം ഭാഗത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പശ്ചാത്തലം ഒരുക്കുകയാണ്. ഈ ഒരു രീതിയിലാണ് കേരളത്തെ പറ്റിയുള്ള തെറ്റിദ്ധാരണ നോർത്ത് ഇന്ത്യയിലടക്കം പടരുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം തന്നെ ഈ ഒരു പെൺകുട്ടിയുടെ മാതാവിന്റെ സമ്മതപ്രകാരമാണ് ഈ ഒരു കല്യാണം നടന്നത്. അതായത് തിരിച്ച് നാട്ടിലേക്ക് വരികയാണെങ്കിൽ, മധ്യപ്രദേശിലേക്ക് വരികയാണെങ്കിൽ തന്റെ ഇഷ്ടപ്രകാരമല്ലാത്തൊരു വിവാഹത്തിന് നിർബന്ധിക്കുക, അതായത് അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് വഴുതി പോകാനുള്ള സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ മാതാവിന്റെ സമ്മതം ഉണ്ടായിരുന്നു. മാത്രമല്ല, പോലീസ് രേഖകൾ പരിശോധിച്ചതിൽ 18 വയസ്സ് പൂർത്തിയായതുകൊണ്ട് തന്നെ ഈ ഒരു ഫർമാൻ ഖാന്റെ കൂടെ പോകാനുള്ള ഒരു സമ്മതം അറിയിച്ച പെൺകുട്ടിയെ ഫർമാൻ ഖാന്റെ കൂടെ തന്നെ പറഞ്ഞു വിടുകയായിരുന്നു. തുടർന്നായിരുന്നു ഈ ഒരു വിവാദമായ കല്യാണം അടക്കം നടന്നത്. അത്തരത്തിലുള്ള, അതായത് ഈ ഒരു വിവാദം, അനാവശ്യമായ ഒരു വിവാദം സൃഷ്ടിക്കുക, അത് ഉത്തരേന്ത്യയിലടക്കം കേരളത്തെ പറ്റി ഒരു മോശമായ ഒരു ചിത്രീകരണം ഉണ്ടാവുക, അതിനുവേണ്ടിയുള്ള ഒരു ഗൂഢശ്രമം ഇതിന്റെ പിന്നിലുണ്ട്. അത്തരത്തിലുള്ള വ്യക്തികളെ കൃത്യമായി കണ്ടുപിടിക്കണം, ആ ഒരു ശ്രമത്തെ നശിപ്പിക്കണമെന്നാണ് ഇപ്പോൾ രാഹുൽ ഈശ്വർ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല,
മാത്രമല്ല ഈ ഒരു ഓഡിയോ സന്ദേശത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ഫോൺ സംഭാഷണത്തിലടക്കം ഈ പെൺകുട്ടിയും ഫർമാൻ ഖാനും കൃത്യമായി പറയുന്നുണ്ട് കേരളത്തിൽ തന്നെ തുടരാനും കേരളത്തിൽ ഒരു വീട് വെച്ച് കുടുംബമായി തുടരാനാണ് അവർക്ക് ആഗ്രഹം. ഈ ഒരു അനാവശ്യ വിവാദങ്ങളോ ലവ് ജിഹാദ് അടക്കമുള്ള ആരോപണങ്ങളോ ഒന്നും തന്നെ നിലനിൽക്കുകയില്ല. കാരണം ഈ ഒരു ആധാർ കാർഡിലെ ചിത്രമടക്കം ചൂണ്ടിക്കാണിച്ചാണ്, അതായത് 2008 ജനിച്ച ഒരു കുട്ടിയുടെ ചെറുപ്പകാലത്ത് എടുത്ത ഒരു ആധാർ കാർഡിന്റെ ചിത്രമുള്ള ഒരു ആധാർ കാർഡാണ് അവർ പങ്കുവച്ചിട്ടുള്ളത്. മാത്രമല്ല മറ്റ് രേഖകളെല്ലാം അവർ പുറത്തുവിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു അനാവശ്യ വിവാദമാണ്. അതിൽ രാഹുൽ ഈശ്വർ കൂടി ഇടപെടുന്നു. ഈ ഒരു പ്രഥം ദൂപയ്ക്കെതിരെയുള്ള പരാതി അത് ഈ ഒരു പെൺകുട്ടിയും ഒപ്പം തന്നെ ഫർമാൻ ഖാനുമാണ് മുഖ്യമന്ത്രിക്കും DGPക്കും നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ കൃത്യമായ ഒരു സമാന്തര അന്വേഷണം വേണമെന്നാണ് ഇപ്പോൾ രാഹുൽ ഈശ്വറും ആവശ്യപ്പെട്ടുള്ളത് കേട്ടോ. യെസ്, എന്തായാലും സാരെങ്കിലേക്ക് എത്താം. നവമി ദിനേശിലേക്ക്. നവമി, അങ്ങനെ ഒരു പുതിയൊരു വാദമാണ് രാഹുൽ ഈശ്വർ ഉയർത്തുന്നത്. അതിനിടെ മധ്യപ്രദേശ് പോലീസിൻ്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട്. കൃത്യമായ ഒരുപക്ഷെ രാഷ്ട്രീയ ലക്ഷ്യമൊക്കെ ഈ ഒരു കേസിന് പിന്നിലുണ്ടായിരിക്കാം. പക്ഷെ പോലീസ് ഈ രേഖകളടക്കം, ആശുപത്രി രേഖകളടക്കം പരിശോധിച്ച ശേഷമാണ് കേസെടുത്തതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഈ അനിയൻ്റെ ജനന സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട രേഖകൾ മാത്രമാണെങ്കിൽ അതിന് പിന്നിലൊരു ഉന്നതതല ഗൂഢാലോചന ഉണ്ടായിരിക്കാം. പക്ഷെ നിലവിൽ മധ്യപ്രദേശ് പോലീസിൻ്റെ നിലപാടെന്താണ്? ഫർമാൻ ഖാൻ നിലവിൽ ഫർമാൻ ഖാൻ്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിട്ടുണ്ട്. ആളെ ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കമുണ്ട്. അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടിയെ തിരികെ നാട്ടിലേക്ക് മധ്യപ്രദേശിലേക്ക് കൊണ്ടുപോകുക എന്നൊരു ലക്ഷ്യം കൂടി മധ്യപ്രദേശ് പോലീസിൻ്റെ ഈ വരവിന് പിന്നിലുണ്ടോ? മാത്രമല്ല അതിനിടെ ഈ പെൺകുട്ടി പോലീസിനടക്കം പരാതിയും നൽകിയിട്ടുണ്ടല്ലോ, തനിക്ക് സംരക്ഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. ടോം, കഴിഞ്ഞ 2 ദിവസമായി മധ്യപ്രദേശ് പോലീസ് കൊച്ചിയിൽ തന്നെ തുടരുകയാണ്. പ്രത്യേകിച്ച് കളമശ്ശേരി, ആലുവ ഭാഗങ്ങളിലായാണ് ഇവരുള്ളത്, ഈ പെൺകുട്ടിയും ഫർമാൻ ഖാനും ഉള്ളത് എന്നൊരു സൂചന ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇരുവരും ഒളിവിലാണ്. ഈ പെൺകുട്ടി ഭയപ്പെടുന്നത് മധ്യപ്രദേശ് പോലീസ് എത്തിയിരിക്കുന്നത് തന്നെ തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടായിരിക്കും, തൻ്റെ കുടുംബത്തിൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിലായിരിക്കും. കാരണം അവരുടെ കയ്യിലുള്ള തെളിവുകൾ അനുസരിച്ച് തനിക്ക് 18 വയസ്സ് പൂർത്തിയായിട്ടില്ല. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയാകുമ്പോൾ സ്വാഭാവികമായും പരാതി ലഭിച്ചു കഴിഞ്ഞാൽ കുടുംബത്തിന് തിരിച്ചു നൽകാനുള്ള ഒരു ഉത്തരവാദിത്തം പോലീസിനുണ്ട്. ആ ഒരു സാഹചര്യം മുന്നിൽ നിർത്തിക്കൊണ്ടാണ് പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കമ്മീഷണർക്കും മുഖ്യമന്ത്രിക്കും പെൺകുട്ടി പരാതി നൽകിയിരിക്കുന്നത്. പക്ഷേ കേരള പോലീസ് ആയിക്കോട്ടെ ഈ പരാതിയിൽ കൂടുതൽ നടപടികളിലേക്കൊന്നും കടന്നിട്ടുമില്ല. ഇന്നലെ അടക്കം നമ്മൾ കമ്മീഷണറോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഫർമാൻ ഖാന്റെ ഹർജി തടഞ്ഞുകൊണ്ട്, അതായത് അറസ്റ്റ് തടഞ്ഞുകൊണ്ട് 20-ാം തീയതി വരെ ഈ ജാമ്യം നൽകിക്കൊണ്ടുള്ള ഒരു ഉത്തരവാണ് കോടതിയുടെ ഭാഗത്തു നിന്നും. അറസ്റ്റ് ഉണ്ടാകരുത്, 20-ാം തീയതി വരെ അറസ്റ്റ് ഉണ്ടാകരുത് എന്നൊരു ഉത്തരവാണ് കോടതിയുടെ ഭാഗത്തു നിന്നുമുള്ളത്. അത് സ്വാഭാവികമായും മധ്യപ്രദേശ് പോലീസിനും കേരള പോലീസ് കൈമാറിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് മധ്യപ്രദേശ് പോലീസ് എന്തിനാണ് വന്നതെന്ന് കൃത്യമായി തങ്ങൾക്കും അറിയില്ല എന്നാണ് കമ്മീഷണർ വ്യക്തമാക്കിയത്. മധ്യപ്രദേശ് പോലീസ് പറയുന്നത് ഈ പെൺകുട്ടിയുടെയും ഫർമാൻ ഖാന്റെ മൊഴിയെടുക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യം. പെൺകുട്ടിയെ കൊണ്ടുപോകുന്നില്ല എന്ന കാര്യം കൂടി അറിയാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ അത് പെൺകുട്ടിക്ക് അത് അത്ര ഉറപ്പില്ല. കഴിഞ്ഞ ദിവസം പെൺകുട്ടി ഈ ഫർമാൻ ഖാന്റെ ഒരു സുഹൃത്തിനെ ചോദ്യം ചെയ്യാൻ തൃക്കാക്കര പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയെങ്കിലും ഭയം കാരണം, അറസ്റ്റ് ഭയന്നുകൊണ്ട് യുവാവ് എത്തിയിട്ടില്ല. അങ്ങനെ എവിടെയാണ് ഫർമാൻ ഖാനും ഈ പെൺകുട്ടിയും എന്നതിൽ മധ്യപ്രദേശ് പോലീസിനും കൃത്യമായിട്ടുള്ള ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുമില്ല. കേരള പോലീസിന്റെ സഹായവും കൂടി തേടുന്നുണ്ട്. ആ രീതിയിലേക്കാണ് മധ്യപ്രദേശ് പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 3 ദിവസമായി, ഇന്നുൾപ്പെടെ 3 ദിവസമായി മധ്യപ്രദേശ് പോലീസ് കേരളത്തിൽ തന്നെയാണ്, പ്രത്യേകിച്ച് കൊച്ചിയിൽ തന്നെയാണ് ഈ പെൺകുട്ടിയുടെയും യുവാവിന്റെയും ഫോൺ റേഞ്ച് അടക്കം കേന്ദ്രീകരിച്ചുള്ള, ലൊക്കേഷൻ അടക്കം കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്ക് തന്നെയാണ് മധ്യപ്രദേശ് പോലീസ് കടന്നിരിക്കുന്നത്. എന്തെങ്കിലും സഹായം ആവശ്യമെങ്കിൽ അത് നൽകുമെന്ന് തന്നെയാണ് കേരള പോലീസ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ പക്കലുള്ള മധ്യപ്രദേശ് പോലീസ് കാണിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്നാണ്. സ്വാഭാവികമായും അങ്ങനെയെങ്കിൽ കേരള പോലീസിനും സഹായം നൽകിയേ മതിയാകൂ. പക്ഷെ പെൺകുട്ടി പറയുന്നത് തനിക്ക് പ്രായപൂർത്തിയായിട്ടുണ്ട്, ഈ ആധാർ കാർഡിലടക്കം കുടുംബം ആരോപിക്കുന്ന എല്ലാം തന്നെ തെറ്റാണ്, തനിക്ക് പ്രായപൂർത്തിയായിട്ടുണ്ട്. സങ്കീർണമായിട്ടുള്ള കേസാണ് സാരംഗ്. ഇവിടെ ഈ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പോക്സോ കേസെടുത്തതിന് പിന്നാലെ ഏറ്റവും അധികം ഉയർന്നു വന്ന ചർച്ച ഈ വിവാഹം നടത്തിക്കൊടുത്ത ആളുകൾക്കെതിരെയും നിയമ നടപടി ഉണ്ടാകുമോ എന്നാണ്. പ്രത്യേകിച്ചും രാഷ്ട്രീയ ഉന്നതരടക്കം പ്രതിക്കൂട്ടിലാകുമോ? ഈ ഇവർക്ക് വിവാഹത്തിന് അനുമതി കൊടുത്ത
പോലീസും പ്രതിക്കൂട്ടിലാകുമോ തുടങ്ങിയ പല ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. എന്താണ് ഈ വിഷയത്തിൽ കേരള പോലീസിൻ്റെ ഒരു നിലപാട് എന്താണ്? നേരത്തെ തന്നെ ST കമ്മീഷനടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു. സംസ്ഥാന DGPയോട് നേരിട്ട് ഹാജരാകണമെന്നും റിപ്പോർട്ട് സമർപ്പിക്കണമെന്നൊക്കെ നിർദ്ദേശം നൽകിയിരുന്നു. കേരള പോലീസ് ഈ അന്വേഷണത്തോട്, മധ്യപ്രദേശ് പോലീസിൻ്റെ അന്വേഷണത്തോട് സഹകരിക്കുന്നുണ്ടോ? ടോം, തീർച്ചയായും. കാരണം ഈ ഒരു വിഷയത്തിൽ തുടക്കം തൊട്ട് തന്നെ ഉന്നതരിലൂടെ ഒരു ഉൾപ്പെടൽ, അതായത് ഈ ഒരു കല്യാണം നടത്തിയതടക്കം നമുക്കറിയാം, മന്ത്രിമാരും സംസ്ഥാന സെക്രട്ടറി അടക്കം നേരിട്ട് വന്നുകൊണ്ടായിരുന്നു ഈ ഒരു കല്യാണം വളരെ ആഘോഷപൂർവ്വമായിരിക്കും നടത്തിയത്. പക്ഷേ അതിൽ അവർ പറയുന്ന ഒരു വ്യക്തമായ കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു വ്യാജരേഖയാണ് സമർപ്പിച്ചത് എങ്കിൽ അതിൽ നമുക്ക്, അതായത് ഇവരിലേക്ക് അടക്കം അന്വേഷണം എത്തുക, അല്ലെങ്കിൽ ഈ ഒരു കേസിലേക്ക് ഇവരുടെ ഭാഗം എത്തുക എന്നത് നിയമപരമായി എത്രത്തോളം സങ്കീർണമാണ് എന്നത് വ്യക്തമാക്കേണ്ടതുണ്ട്. മാത്രമല്ല ഇതിൽ മറ്റൊരു കാര്യം, ഇപ്പൊ രാഹുൽ ഈശ്വറിന്റെ കാര്യം തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ അനുജന്റെ, അതായത് ഈ ഒരു പെൺകുട്ടിയുടെ അനുജന്റെ ജനന സർട്ടിഫിക്കറ്റ് വ്യാജമായി മാറ്റി അത് ആണ് ഇപ്പോൾ പോലീസ് രേഖയായി കാണിക്കുന്നത് എന്നടക്കമുള്ള രീതിയിലാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ കേരള പോലീസ് കൃത്യമായി സൂക്ഷിച്ചുകൊണ്ട് മാത്രമാണ് ഇതിൽ ഇടപെടൽ നടത്തുന്നത്. കാരണം ഇത് വലിയ രീതിയിൽ ചർച്ചയായിട്ടുള്ള വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ എടുത്തുചാടിയൊരു നടപടിയിലേക്കോ അതിലൊരു നിലപാട് പറയുന്നതിലടക്കം പോലീസിന് തടസ്സമുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ കൃത്യമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അതായത് തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി അവിടെ എടുത്ത നടപടികളെല്ലാം ശരിയായ രീതിയിലാണ്, കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടായിട്ടുള്ളത്. കേരള പോലീസിന്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്നടക്കമായിരുന്നു ഈ DGP നൽകിയ റിപ്പോർട്ടിലടക്കം പരാമർശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും, അതായത് കേരള പോലീസിൽ ഈ ഒരു വിഷയത്തിൽ വളരെ സൂക്ഷ്മമായിട്ടാണ് ഇടപെടുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്ത് തന്നെയായാലും ഇതിലിപ്പോൾ DGPക്കും ഒപ്പം തന്നെ മുഖ്യമന്ത്രിക്കും പെൺകുട്ടിയുടെ പരാതി ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിലൊരു അന്വേഷണവും ഒപ്പം തന്നെ ഈ ഒരു വ്യാജരേഖ ചമച്ചതിലടക്കമുള്ള കാര്യങ്ങളിൽ കേരള പോലീസിന്റെ ഒരു അന്വേഷണമോ ഇടപെടലോ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്ത് തന്നെയായാലും ഇവരുടെ അന്വേഷണം, അതായത് മധ്യപ്രദേശ് പോലീസിന്റെ അന്വേഷണവും അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ കോടതി ഇടപെടൽ നടത്തിയതുകൊണ്ട് തന്നെ അതിനുശേഷം എങ്ങനെയായിരിക്കും ഇതിലൊരു നിയമസാധ്യത എങ്ങനെയായിരിക്കും? കാരണം വ്യാജരേഖ ചമച്ചാണ് കല്യാണം നടത്തിയതെന്ന് മധ്യപ്രദേശ് പോലീസും മധ്യപ്രദേശ് പോലീസ് സമർപ്പിച്ച രേഖ വ്യാജമാണെന്നുമാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപിക്കുന്ന പരാമർശങ്ങൾ. അതുകൊണ്ട് തന്നെ ഇതിൽ ഏത് ഭാഗത്താണ് ശരി എന്നത് തെളിയുന്നത് വരെ ഈ കേസ് മുന്നോട്ട് പോകുകയും ചെയ്യും. പക്ഷേ അറസ്റ്റിലേക്ക് കടക്കുമോ, പെൺകുട്ടിയെ ഇവിടെ നിന്ന് തിരികെ കൊണ്ടുപോകാനുള്ള ഒരു നീക്കം പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാകുമോ എന്നാണ് വരും ദിവസങ്ങളിൽ കാത്തിരിക്കേണ്ടത് കേട്ടോ. യെസ്, വ്യക്തമാണ്. സാരംഗ സുധാകരനാണ് വിവരങ്ങൾ നൽകിയത്. നവമി ദിനേശിലേക്ക് ഒരിക്കൽ കൂടി. നവമി, എന്തായാലും കേരള പോലീസിന് ഈ അന്വേഷണവുമായി സഹകരിച്ചേ മതിയാവൂ. പക്ഷേ കോടതി നിലവിൽ അറസ്റ്റ് തടഞ്ഞിട്ടുള്ളതിനാൽ ഫർമാൻ ഖാനെ കസ്റ്റഡിയിലെടുക്കുകയോ ഒരു അറസ്റ്റ് രേഖപ്പെടുത്തുകയോ അത്തരം നടപടികളിലേക്ക് കടക്കാൻ മധ്യപ്രദേശ് പോലീസിന് സാധിക്കില്ല. പക്ഷേ ഈ പെൺകുട്ടിയെ തിരികെ കൊണ്ടുപോകുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് നിയമപരമായ ചില നിയമക്കുരുക്കുകൾ ഉൾപ്പെടെയുണ്ട്. പെൺകുട്ടിക്ക് കോടതി ഒരു പക്ഷേ സംരക്ഷണം കൊടുക്കുമ്പോൾ അത്ര നിയമപരമായൊരു നടപടിയിലേക്ക് ഈ പെൺകുട്ടി നീങ്ങുന്നുണ്ടോ? എന്താണ് അതായത് ഫർമാൻ ഖാനും അതോടൊപ്പം ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടവരിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എന്തായിരിക്കും മധ്യപ്രദേശ് പോലീസിൻ്റെ തുടർ നീക്കം? ടോം, എന്തായാലും പെൺകുട്ടി ഹൈക്കോടതിയെ സമീപിക്കാനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. പ്രത്യേകിച്ച് മധ്യപ്രദേശ് പോലീസ് കൊച്ചിയിൽ തുടരുന്നിടത്തോളം കാലം അതിൻ്റെ ഒരു ആശങ്ക ഈ പെൺകുട്ടിക്കും ഫർമാൻ ഖാനുമുണ്ട്. അതുകൊണ്ട് ഹൈക്കോടതിയിൽ നിന്നും അനുകൂലമായിട്ടുള്ളൊരു ഉത്തരവ് മേടിച്ചെടുക്കുക എന്നതായിരിക്കും ഇവരുടെ അടുത്ത നീക്കം. നിലവിൽ ഹൈക്കോടതിയെ ഒന്നും സമീപിച്ചിട്ടുമില്ല. മധ്യപ്രദേശ് പോലീസ് പറയുന്നത് തങ്ങളിവിടെ നിൽക്കുന്നത് ഇരുവരുടെയും മൊഴിയെടുക്കാനെന്നാണ്. അതും ഇവർ വിശ്വാസത്തിലെടുക്കാത്തത് കൊണ്ട് തന്നെയാണ് ഒളിവിൽ തുടരുന്നത്. എന്തായാലും മധ്യപ്രദേശ് പോലീസിന്റെ അടുത്ത നീക്കം എന്താണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ടൊരു ഉത്തരം നൽകാൻ കഴിയില്ല. പ്രത്യേകിച്ച് അവരുടെ വളരെ രഹസ്യമായിട്ടുള്ള നീക്കങ്ങളാണ് മധ്യപ്രദേശ് പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇരുവരെയും കണ്ടെത്തുക എന്നത് തന്നെയാണ് പോലീസിന്റെ ലക്ഷ്യം. പക്ഷേ എവിടെയാണ് ഇവർ എന്നുള്ളതിൽ ഇതുവരേക്കും നമുക്ക് വ്യക്തമായിട്ടില്ല. പോലീസിനും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കളമശ്ശേരി, ആലുവ ഭാഗങ്ങളിലാണ് ഇവർ താമസിക്കുന്നതെന്ന പല വിവരങ്ങളും ലഭിക്കുന്നുണ്ട്. അതൊന്നും സ്ഥിരീകരിച്ചിട്ടുമില്ല. ഇവരെ കണ്ടെത്തുക എന്നത് തന്നെയാണ് മധ്യപ്രദേശ് പോലീസിന്റെ ലക്ഷ്യവും. കേട്ടോ, അതോടൊപ്പം വിവാഹ സമയത്ത് ഒപ്പമുണ്ടായിരുന്നൊരു സുഹൃത്തിനെ കേന്ദ്രീകരിച്ച് അന്വേഷണം നീങ്ങുന്നുണ്ടല്ലോ. ആരാണ് സുഹൃത്ത്? അത് മലയാളിയാണോ? മാത്രമല്ല ഈ തൃക്കാക്കരയിലുള്ള ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ, ഈ ഫർമാൻ ഖാൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ ഇന്നലെ മധ്യപ്രദേശ് പോലീസ് എത്തിയെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അയാൾ അന്വേഷണത്തോട് സഹകരിക്കുന്നുണ്ടോ? മാത്രമല്ല ഇത് ആരൊക്കെയാണ് ഇവരുടെ ഈ വിവാഹത്തിന്
കൂട്ടുനിന്നത് ആരൊക്കെയാണ്? അവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം എങ്ങനെയാണ് നീങ്ങുന്നത് നവമി? ടോം, എന്തായാലും സ്വാഭാവികമായും അവരെയൊക്കെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. തട്ടിക്കൊണ്ടുപോകൽ, പോക്സോ കേസ് അടക്കമുള്ള വകുപ്പുകളാണ്. ഈ യുവാക്കളെയും കേന്ദ്രീകരിച്ച് പോലീസിന്റെ അന്വേഷണമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തൃക്കാക്കര പോലീസ് സ്റ്റേഷനിലേക്ക് ഈ ഫർമാൻ ഖാന്റെ ഒരു സുഹൃത്തിനെ വിളിച്ചു വരുത്തിയിരുന്നു ചോദ്യം ചെയ്യാൻ. പക്ഷേ അറസ്റ്റ് ഭയന്നുകൊണ്ട് യുവാവ് എത്തിയിട്ടില്ല എന്നാണ് നമുക്ക് വിവരം ലഭിക്കുന്നതും. പക്ഷേ ഇവരെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ പോലീസും പുറത്തുവിട്ടിട്ടില്ല. അന്ന് ഇവരുടെ വിവാഹത്തിന് സഹായം നൽകിയ അത് കേരളത്തിലുള്ള യുവാക്കൾ തന്നെയാണെന്ന് ഒക്കെ വിവരങ്ങൾ വരുന്നുണ്ട്. അതും സ്ഥിരീകരിച്ചിട്ടില്ല. എന്തായാലും അവരുമൊക്കെ ഇവരെ സഹായിച്ചിട്ടുണ്ട്, ആ യുവാക്കളുമൊക്കെ ഇവരെ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അന്ന് മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ച ദൃശ്യങ്ങളടക്കം പരിശോധിച്ചുകൊണ്ടായിരിക്കും കൂടുതൽ ചോദ്യം ചെയ്യലുകളിലേക്കൊക്കെ കടക്കുക. വ്യക്തമാണ്. നവമി ദിനേശാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ. പീഡനക്കേസിൽ പാലക്കാട് നഗരസഭാ കൗൺസിലർ പ്രശോഭിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളി. മണ്ണാർക്കാട് SC/ST കോടതിയാണ് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. ജോലി വാഗ്ദാനം ചെയ്ത് ദളിത് യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്നാണ് കേസ്. ബലാത്സംഗം, SC/ST പീഡന നിരോധന നിയമം എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത്. പീഡന കേസുമായിട്ട് ബന്ധപ്പെട്ടും കൗൺസിലർ ഇൻവോൾവഡ് ആയിട്ടുള്ള കേസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് ജാമ്യാപേക്ഷയിൽ ബഹുമാനപ്പെട്ട മണ്ണാർക്കാട് സ്പെഷ്യൽ കോടതി വിധി പറഞ്ഞിരിക്കുകയാണ്. അവരുടെ പ്രതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുകയാണ്. അതിൽ പ്രധാനമായിട്ടും സെക്ഷൻ 64 ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ് കേസിലെ FIR എന്നുള്ള നിലയ്ക്ക് 64(2), അതുപോലെ തന്നെ 64(2)M, 2B, 332 ഒക്കെ BNS പുതിയ നിയമമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ് അതിൽ പ്രധാനമായിട്ടും അതിൽ അലജ് ചെയ്തിട്ടുള്ളത്. പക്ഷെ കോടതിയുടെ പ്രധാനപ്പെട്ട ഫൈൻഡിങ് എന്ന് പറയുന്നത് സെക്ഷൻ 69 എന്ന BNS-ലെ വകുപ്പാണ് പ്രധാനമായിട്ടും ഈ കേസിൽ നിൽക്കുക എന്ന ഫൈൻഡിങ്ങിലേക്കാണ് എത്തിയിട്ടുള്ളത്. 69 പറയുന്നത് ജോലി വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചു എന്ന കണ്ടന്റാണ് പ്രധാനമായിട്ടും ഈ കേസിൽ ഇൻവോൾവ് ആയിട്ട് ഉള്ളത് എന്നും അതാണ് സ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളൊരു ഫൈൻഡിങ്ങിലേക്കാണ് കോടതി എത്തിയിട്ടുള്ളത്. ഈ വകുപ്പിന് BNS 69 എന്ന് പറയുന്ന വകുപ്പിന് 10 വർഷത്തിൽ കുറയാത്ത ശിക്ഷയും ആണ് നിയമത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതിജീവിത ഇന്നലെ കോടതിയിൽ രഹസ്യമൊഴി നൽകിയിരുന്നു. പീഡനം സംബന്ധിച്ച യുവതി മുഖ്യമന്ത്രിക്കും ജില്ലാ പോലീസ് മേധാവിക്കുമാണ് പരാതി നൽകിയത്. വിവരങ്ങളുമായി പാലക്കാട് നിന്ന് പ്രജിത്ത് കോങ്ങാട് ചേരുന്നുണ്ട്. പ്രജിത്ത്, എന്തായാലും കുറച്ച് ദിവസങ്ങളായി പ്രക്ഷോഭ് ഒളിവിൽ തുടരുന്നു. ഇപ്പോൾ കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യമാണ്. പോലീസ് ഉടൻ അറസ്റ്റിലേക്ക് കടക്കുമോ? ഇയാൾ എവിടെയുണ്ടെന്ന സൂചനയുണ്ടോ? ഈ ബലാത്സംഗ കുറ്റം വന്ന ശേഷം, ആ പരാതി വന്ന ശേഷം ഒരു 3 ആഴ്ചത്തോളമായി പ്രക്ഷോഭ് ഒളിവിൽ തന്നെയാണുള്ളത്. ഇതുവരെയും പ്രക്ഷോഭിനെ പിടികൂടാനായിട്ട് പറ്റിയിട്ടില്ല. ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി ആ സമയത്ത് തന്നെ പാലക്കാട് DYSP പ്രക്ഷോഭിന്റെ വീട്ടിൽ വന്ന് അന്വേഷിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പ്രക്ഷോഭ് അവിടെ ഉണ്ടായിരുന്നില്ല, വീട്ടുകാർ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇതിൽ പ്രത്യേകിച്ച് പറയേണ്ടത് ജോലി വാഗ്ദാനം ചെയ്ത് ലൈംഗിക അതിക്രമം നടത്തി എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ താമസ സ്ഥലത്തും അതിക്രമിച്ച് കയറി ലൈംഗികമായി പീഡിപ്പിച്ചും ദളിത് യുവതി എന്നാണ് യുവതി പരാതി കൊടുത്തിരിക്കുന്നത്. ഇന്നലെ അടച്ചിട്ട മുറിയിൽ അതിജീവിതയുടെ വിവരങ്ങൾ കോടതി ജഡ്ജി മനസ്സിലാക്കുകയും അതുമാത്രമല്ല വൈദ്യപരിശോധന റിപ്പോർട്ടും കോടതിയിൽ ഹാജരാക്കുകയുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇന്ന് പ്രക്ഷോഭിന്റെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത്. ഈ പ്രക്ഷോഭ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടുത്ത അനുയായിയാണ്. അതുമാത്രമല്ല ഷാഫി പറമ്പിലെയും അടുത്ത അനുയായിയാണ്. ഇവരുടെ പേര് പറഞ്ഞിട്ടാണ് പ്രക്ഷോഭ അതിജീവിതയെ പീഡിപ്പിച്ചിരിക്കുന്നത്. CPM BJPയും ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം, അതായത് രാഹുൽ മാങ്കൂട്ടവുമായും ഷാഫി പറമ്പിലുമായി വലിയ ബന്ധമുള്ള വ്യക്തി, രാഹുൽ മാങ്കൂട്ടത്തിന് പിന്നാലെ കോൺഗ്രസിന് ഏറ്റവും അധികം ഒരു പ്രതിരോധത്തിലാക്കിയൊരു വിഷയം കൂടിയായിരുന്നു. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രക്ഷോഭിനെതിരെ ഉയർന്നു വന്ന ഈ ലൈംഗിക ആരോപണം. കേസ് എത്രത്തോളം ഗൗരവമുള്ളതാണെന്ന് നമ്മൾ വിശദമായി ചർച്ച ചെയ്തതാണ്. കാരണം ഒരു പെൺകുട്ടിയെ, ഒരു യുവതിയെ ജോലി വാഗ്ദാനം ചെയ്ത്
ലൈംഗികമായി ചൂഷണം ചെയ്യുന്നു, പ്രത്യേകിച്ചും അയാളുടെ കൗൺസിലർ എന്നൊരു അധികാരം ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ വലിയ രീതിയിൽ ലൈംഗിക ചൂഷണമാണ് ഈ കേസിൽ നടന്നിട്ടുള്ളത്. ഈ പ്രതിയെ ആരായിരിക്കും സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്? നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടം ഒളിവിൽ പോയപ്പോൾ, ലൈംഗിക പഠന കേസിൽ ഒളിവിൽ പോയപ്പോൾ കർണാടകയിൽ അടക്കം ആൾക്ക് സംരക്ഷണം നൽകാൻ ഒരുപക്ഷെ രാഷ്ട്രീയ ഉന്നതർ പോലും ഉണ്ടായിരുന്നു എന്ന രീതിയിലുള്ള ആരോപണമുണ്ട്. പ്രശോഭിനെ ആരായിരിക്കും സംരക്ഷിക്കുന്നത്? പ്രശോഭനും ഇതുപോലെ തന്നെ വലിയ സുഹൃത്ത് വലയങ്ങളുണ്ട്. അതുമാത്രമല്ല പാലക്കാട് ഈ അതിർത്തി പ്രദേശങ്ങളും നിറയുണ്ട്. അവിടെയെല്ലാം ഈ രാഹുൽ മാങ്കൂട്ടവും അതുമാത്രമല്ല ഷാഫി പറമ്പിലിനും എല്ലാം നല്ല ബന്ധങ്ങളുമുണ്ട്. അപ്പോൾ പാലക്കാട് ജില്ല വിട്ടിട്ടുണ്ടാകുമെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. അതുപോലെ തന്നെ ഈ അതിജീവിതയെ പീഡിപ്പിച്ചത് ഈ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും തനിക്കൊപ്പം ഉണ്ട്. ആ അധികാരം അത് പറഞ്ഞ് പേടിപ്പിച്ചുകൊണ്ടാണ് ഇവരെ പീഡിപ്പിച്ചത്. ഈ പീഡനത്തിനിരയായ സ്ത്രീ ഗർഭിണി കൂടിയാണ്. ടോമി 2 മാസത്തോളം ഗർഭിണിയാണ്. അത് പറഞ്ഞിട്ടും അതിന് ഗർഭം അലസിപ്പിക്കാനുള്ളത് മരുന്ന് രാഹുൽ മാങ്കൂട്ടം എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെയുള്ള മരുന്ന് വാങ്ങിച്ചു കൊടുക്കലും ഇതെല്ലാം ഉള്ളതിന്റെ ഓഡിയോ സന്ദേശവും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പാലക്കാട് ഡിവൈഎസ്പി വ്യക്തമാണ്, പ്രജിത്ത് കോങ്ങാടാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് നഗരസഭാ കൗൺസിലറുടെ മുൻകൂർ ജാമ്യാപേക്ഷയാണ് കോടതി തള്ളിയിരിക്കുന്നത്. നിലവിൽ ഈ ലൈംഗിക പീഡന കേസിൽ പോലീസ് കേസെടുത്തതിന് പിന്നാലെ ഇയാൾ ഒളിവിലാണ്. പ്രതിയെ ഉടൻ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം പോലീസിന്റെ ഭാഗത്തു നിന്നും തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സംസാരിക്കുകയാണ്. വനിതാ ബില്ലിന്മേലുള്ള ചർച്ചയിലാണ് രാഹുൽ ഗാന്ധി സംസാരിക്കുന്നത്. തത്സമയ and I want you to see what the truth looks like. And later I realized, my God, by taking me into the garden, she was explaining Shiva to me. She was explaining the central tenet of our religion. She was explaining Satya to me, and in many ways she was explaining Ahimsa to me. And she said to me, I remember that, listen, truth is painful sometimes. Don't worry about it. Deal with it. And there are some truths that need to be told here today in this house. The first truth is that this is not a women's bill. This is nothing to do with the empowerment of women. There is a women's bill. It was passed in 2023 in this house itself. And my friends and teachers in the BJP said that it will be implemented in 10 years' time. That is the women's bill. This is an attempt to change the electoral map of India, using and hiding behind India's women. And actually it is a shameful act, because instead of giving them women's reservation, which is very easy to do, and every single opposition person will support it right now, bring that old bill back right now, and we will help you pass it for implementation from this second. Now, that is the women's bill. This is something else. And the truth needs to be told about what this is. There is a central truth in India's history, in India's past and present. And I have become more and more aware of this truth. And that is the brutal, cruel, unforgiving treatment of the OBC community, of the Dalit community, and other communities, minorities and women.
And this is a historical fact. This need not be argued here. Everybody knows how Indian society treated OBCs, treated Dalits, what was done to them, what was done to their women, what they were allowed to do, what they were not allowed to do, how they were blinded when they read certain documents, how metal was poured into their ears when they heard certain verses. This is a fact. Now, what is being attempted here is a bypass of the caste census. What they are trying to do is they are trying to avoid giving power, giving representation to my OBC brothers and sisters and to take away power from them. This is the agenda over here. That's the first agenda. Manuvad over Samvidhan. Amit Shah ji says that the caste census has begun. And he repeated twice yesterday, trying to be clever, saying that houses don't have castes. The point is not whether houses have castes or don't have castes. The point is whether the caste census is going to be used for representation in Parliament, Vidhan Sabha, Lok Sabha. And what you're trying to do now is trying to make sure that caste census has nothing to do with representation for the next 10 years, 15 years, so that you can kick the ball down the street. That's the first thing that is being done. Second thing that is being done, equally bad thing, but a very dangerous thing. What you're doing, because you're scared of what is happening in the politics of this country, you're scared of the erosion of your strength, you're trying to rejig the Indian political map. You have done it in Assam, you've done it in Jammu and Kashmir, and now you're imagining that you can do it in India. And you need a constitutional amendment to do that. Now let me explain what you are doing. You are telling the South Indian states, you are telling the northeastern states, you are telling small states in India that in order for the BJP to remain in power, we are going to take away representation from you. This is nothing short of an anti-national act. This is what you are doing. And under no circumstances are we going to allow you to do it. So I am telling you very clearly right now that the entire opposition is going to defeat this attempt of yours to attack the nation state and deprive OBCs and Dalits of their rightful place in society. I want to ask, corporate India, entire financial structure of India, where are the Dalits? Where are the OBCs? Where are the Adivasis? Top bureaucracy of this country. आपका गलती है. Where are they? Judiciary, private sector, private hospital sector, healthcare sector, education sector. Earlier, there used to be something called the public sector. Public sector provided space for Dalits, OBCs. You've removed it, demolished it, handed it over to your friends. So you call OBCs Hindus, you call Dalits Hindus, but you do not give them any space in the power structure of this country.
And you can ask this to any Dalit, you can ask it to any OBC. This is a fact. You call them Hindus, but you do not give them any place in this country. Yes, be cool. Be cool. And you are... सच्चाई अच्छी नहीं लगती आपको? You After you can reply. You can reply. I'm not yielding. I'm not yielding. I'm not yielding. I'm asking you. Don't ask. I'm not yielding. You have made a Speaker, sir, I'm not yielding. misleading statement. I have to make clarification. Speaker, sir, I'm not yielding. But sir, Sri Rahul Gandhi ji is talking about reservation in assemblies and parliament for OBC and for religious minorities. That is not permissible. When Congress ruled this country for more than 60 years, why did not Congress party provide that constitutional reservation for OBC? Congress has to answer. राजीव गांधी जी ने ऑन रिकॉर्ड ओबीसी रिजर्वेशन का विरोध किया था। राजीव गांधी जी ने जब प्रधानमंत्री थे और जब प्रधानमंत्री नहीं थे तभी उन्होंने ओबीसी का रिजर्वेशन अपोज उस समय का प्रधानमंत्री राजीव गांधी जी ने किया था। राहुल गांधी जी उसका जवाब दे सकते हैं कि राजीव गांधी जी ने क्यों अपोज किया था ओबीसी रिजर्वेशन। So I want to assure my friends, brothers and sisters across the country, southern states, smaller states, northeastern states, that do not worry. We are not going to allow them. We are not going to allow them to attack the Union of India. You are equal participants in the Union of India. They will not dare to touch your representation in the Union of India. Speaker, sir. ഇപ്പോൾ വനിതാ ബില്ലിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ സംസാരിക്കുകയാണ്. ഇത് വനിതാ ബില്ലല്ല, ജനാധിപത്യം അട്ടിമറിക്കാനുള്ള ശ്രമമാണെന്നാണ് രാഹുൽ ഗാന്ധി ആരോപിക്കുന്നത്. OBCക്ക് അവകാശം നിഷേധിക്കുകയാണ് സർക്കാരിൻ്റെ അജണ്ട. ഭരണഘടനയ്ക്ക് മേൽ മനുവാദം അടിച്ചേൽപ്പിക്കാനാണ് ശ്രമം. ഇത് രാജ്യവിരുദ്ധ നീക്കമാണ്. രാഷ്ട്രീയ ലക്ഷ്യം നേടാൻ സ്ത്രീകളെ മറയാക്കുന്നുവെന്നാണ് രാഹുൽ ഗാന്ധി ആരോപിക്കുന്നത്. സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.